ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 42ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 384ാമത്തെ നാമം മുതൽ 393ാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത്. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവക പരർത്തി പരമസ്പഷ്ട തുഷ്ട പുഷ്ട സുഭേക്ഷണക. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ വ്യവസായ, വ്യവസ്ഥാന, സംസ്ഥാന, സ്ഥാനത്, ധ്രുവ, പരർത്ഥി, പരമസ്പഷ്ട, തുഷ്ട, പുഷ്ട, സുഭേക്ഷണ എന്നിങ്ങനെ 10 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമധേയമാണ് വ്യവസായ. വ്യവസായ എന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി അതിന് ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന രീതിയെ ഭഗവാൻ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള ഒരു ഉത്തരമാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ അതിൽ ഏതൊരു വിധത്തിലും മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു ഉത്തരമായിരിക്കും. അതിൽ പൂർണ്ണതയുണ്ടാവും, പവിത്രതയുണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു മനസ്സിന്റെ സംശയത്തെ അകറ്റുകയും ചെയ്തു. അങ്ങനെയുള്ള ജ്ഞാനത്തിന്റെ ഉടമയായ ഭഗവാന് വ്യവസായ എന്ന നാമധേയം. അതായത് യോഗാഭ്യാസത്തിലൂടെ നമുക്ക് ആ ഒരു കഴിവ് ലഭിക്കുകയും ചെയ്യും. ഏറ്റവും വലിയ യോഗാഭ്യാസിയായ ഭഗവാന് വ്യവസായ എന്ന നാമധേയം. അതുപോലെ തന്നെ ഇത് ഭഗവത്ഗീതയിലും പറയുന്നു. അതായത് ആരാണോ നിത്യവും യോഗാഭ്യാസം നടത്തുന്നത് അവർക്ക് അതിലൂടെ കിട്ടുന്ന ജ്ഞാനം വളരെ വ്യക്തമായിരിക്കും. ഒരു കാര്യത്തെ അഭിമുഖീകരിക്കുന്ന രീതിയും വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഒരു സന്തോഷവും അതിലൂടെ ഒരു പരമാർത്ഥതയും പരമമായ ആനന്ദവും ലഭിക്കുന്നു. അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഏതൊരു ജ്ഞാനം കൊണ്ടാണോ, ഏതൊരു യോഗാഭ്യാസം കൊണ്ട് മനസ്സിനെ ഞാൻ നിയന്ത്രിക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ ഓരോ പ്രവൃത്തിയും ഞാൻ പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് അതിന് എന്താണോ ഉചിതമായ ഒരു ഉത്തരം അതായിരിക്കും ഞാൻ എടുക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും വിട്ടുമാറാതെ യോഗാഭ്യാസത്തെ നമ്മൾ പൂർണ്ണമായും എന്നും തന്നെ അത് ചെയ്യേണ്ടതാണ്. അതിനാലാണ് ഭഗവാന് വ്യവസായ എന്ന നാമധേയം. അടുത്ത നാമധേയം വ്യവസ്ഥാന എന്നാണ്. അതായത് ഏതൊരു വലിയ ഒരു പ്രപഞ്ചമായ കെട്ടിടത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു ആണ്. അതിനാലാണ് ഭഗവാൻ ധർമ്മത്താൽ ഉണ്ടാക്കിയ ഈ പ്രപഞ്ചത്തെ അതേ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനാൽ ഭഗവാന് വ്യവസ്ഥാന എന്ന നാമധേയം. അടുത്ത നാമധേയം സംസ്ഥാന എന്നാണ്. അതായത് ഏതൊരു കാര്യവും നടക്കുന്നതും നടന്നതും ഇനി നടക്കാൻ പോകുന്നതുമായ ആ ഒരു ലക്ഷ്യത്തിനു കാരണം ഭഗവാൻ തന്നെയാണ്. അത് ഭഗവാൻ ഓരോ അവതാരത്തിലും നമുക്ക് ധർമ്മത്തെ പരിപാലിക്കുമ്പോൾ കാണിച്ചു തരികയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഓരോ മനുഷ്യനും എല്ലാ ദിവസവും രാത്രി നേരങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതായത് സ്വപ്നം, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 നിലയിൽ നമ്മൾ പോകുമ്പോഴും അതിൽ ഭഗവാന്റെ ഒരു സ്പർശത്തെ നമ്മൾ അനുഭവിക്കുന്നു. അതും സുഷുപ്തി സമയത്താണ് ഭഗവാൻ നമ്മുടെ പരമാത്മാവിൽ നിന്നും ഉണർന്ന് നമുക്ക് ബോധവൽക്കരിക്കുന്നത്. അതിനാൽ ഭഗവാന് സംസ്ഥാന എന്ന നാമധേയം. അടുത്ത നാമധേയം സ്ഥാനത എന്നാണ്. സ്ഥാനത എന്നാൽ ഏതൊരു നേരായ ലക്ഷ്യത്തിൽ ആരാണോ സഞ്ചരിക്കുന്നത് അവർക്ക് സ്ഥാനത എന്ന നാമധേയം. അതായത് നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഓരോ ചിന്തയും നമ്മുടെ ഓരോ വാസനയെ അനുബന്ധിച്ചിരിക്കും. ഈ വാസനകൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ പൂർവജന്മത്തിൽ നിന്നും ലഭിച്ച ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ആ ഒരു സ്ഥാനം
അതായത് നമ്മുടെ ജീവാത്മാവിൽ അകത്ത് ഉള്ള ആ സ്ഥാനത്തെ സാക്ഷാൽ ഭഗവാനാണ് പൂർത്തീകരിക്കുന്നത്. എല്ലാ സൃഷ്ടിയുടെ അകത്തും ഭഗവാൻ പരമാത്മാവായി നിലകൊള്ളുന്നു. ഓരോരോ പ്രവൃത്തിക്കുള്ള ഒരു ആ, ഫലമാണ് ഓരോ സൃഷ്ടിക്കും ലഭിക്കുന്നത്. ആ ഒരു ഫലത്തെ അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് കൊടുക്കുന്ന ഒരു ശക്തിയായതിനാൽ ഭഗവാന് സ്ഥാനത എന്ന നാമധേയം. അടുത്ത നാമധേയം ധ്രുവ എന്നാണ്. ധ്രുവ എന്നാൽ ഒട്ടും തന്നെ ചഞ്ചലമില്ലാതെ വളരെ ദൃഢമായി ആരാണോ നിൽക്കുന്നത്, ആ ഒരു ശക്തിയെ ധ്രുവ എന്ന് പറയുന്നു. അതായത് പല 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 മാറ്റങ്ങൾക്ക് നടുവിലും ഒരു മാറ്റവും സംഭവിക്കാതെ, ഒരു നാശവും സംഭവിക്കാതെ, അങ്ങനെ തന്നെ മനസ്സും ശരീരവും ജ്ഞാനവും പ്രപഞ്ചവും എല്ലാത്തിനെയും കീഴടക്കി വാഴുന്ന ഭഗവാന് ധ്രുവ എന്ന നാമധേയം. എങ്ങനെയാണോ ഒരു സമയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉണ്ടായ ഭഗവാൻ ആ ഒരു യുഗം അവസാനിക്കുമ്പോൾ എല്ലാം തന്നിൽ ലയിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് നിലകൊള്ളുന്നത്. അതിനാൽ ഭഗവാന് ധ്രുവ എന്ന നാമധേയം. അടുത്ത നാമധേയം പരർത്ഥി എന്നാണ്. ഋദ്ധി എന്നാൽ പല തരത്തിലുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്ന ഒരു സൃഷ്ടിയാണ്. അതിൽ ഭഗവാൻ ഒരു വലിയ ഒരു ജ്ഞാനമായി നിന്നുകൊണ്ട് ആ ഒരു ചിന്ത എല്ലാത്തെയും കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. അതിനാൽ ഭഗവാന് പരർത്ഥി എന്ന നാമധേയം. അതായത് ഏതൊരു വലിയ ഒരു ഇടിമിന്നലിന്റെ നടുവിലും ഭഗവാൻ ആ ഒരു ദൈവികത്തോടെ ആ ഒരു സൃഷ്ടിയെ സംരക്ഷിക്കുന്നു. അത് തന്നെയാണ് ഗീതയിലും പറയുന്നത്. എങ്ങനെയാണോ ഒരാൾ ചഞ്ചലനായി നിൽക്കുന്നത്, ആ ഒരു മനസ്സിനെ ഞാൻ അചഞ്ചലമായി അവരെ ദൃഢമായി മനസ്സിനെ മാറ്റുകയും അവരുടെ പ്രവൃത്തിയെ ഞാൻ അനുകൂലിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭഗവാന് പരർത്ഥി എന്ന നാമധേയം. അടുത്ത നാമധേയം പരമസ്പഷ്ട. സ്പഷ്ട എന്നാൽ വളരെ നേർത്തത്, അതായത് ഒട്ടും തന്നെ സംശയമില്ലാതെ വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ളതാണ് സ്പഷ്ട. അതുപോലെ പരമ എന്ന് പറഞ്ഞാൽ വളരെ അധികം. അതായത് ഭഗവാൻ നമുക്ക് ഓരോ നിലയിലും നമുക്ക് ഓരോ അനുഭവങ്ങൾ തരുന്നത്, അതിൽ നിന്നും നമ്മൾ എങ്ങനെയാണോ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അടുത്ത നിലയിലേക്ക് പോകുന്നു എന്നാണ്. അതായത് വളരെ തെളിച്ചത്തോടെ എല്ലാത്തെയും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഭഗവാൻ. നമുക്ക് ഓരോ കോപങ്ങളും ഓരോ ദേഷ്യങ്ങളും ഓരോ മനസ്സിനെ വല്ലാതെ അങ്ങ് ഉലയ്ക്കുന്ന സമയത്തും അതിനെ നമ്മൾ എങ്ങനെ ശാന്തപ്പെടുത്തുവാൻ സാധിക്കും, അതിന് ഭഗവാൻ നമുക്ക് വളരെ വ്യക്തമായി ഒരു ഉത്തരം തരും. അതെങ്ങനെയെന്ന് വെച്ചാൽ വളരെ ഒരു തിരമാലകളുടെ അലഞ്ഞു ആടി തിമിർത്ത് കളയുമ്പോഴും അവസാനമായി ഒരു ശാന്തതയിൽ എത്തുമ്പോൾ ആ ഒരു നമുക്ക് തിരിച്ചറിവുണ്ടാകും. ആ ഒരു തിരിച്ചറിവ് ഭഗവാനാൽ മാത്രമേ സാധ്യമുള്ളൂ. അതൊരു അനുഗ്രഹമാണ്. അതെപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുവോ അടുത്ത സമയം നമുക്ക് ഇതുപോലെ ഒരു ചഞ്ചലം സംഭവിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അതിൽ ഉലയുകയില്ല. അതിൽ ശാന്തമായി അതിനെ നേരിട്ട് നല്ല രീതിയിലുള്ള ഒരു ഉത്തരം കണ്ടെത്തും. അതിനെ നമ്മളെ സഹായിക്കുന്നതിനാൽ ഭഗവാന് പരമസ്പഷ്ട എന്ന നാമധേയം. അടുത്ത നാമധേയം തുഷ്ട എന്നാണ്. തുഷ്ട എന്നാൽ പൂർണ്ണമായും സംതൃപ്തിയോടെ ആരാണോ ഇരിക്കുന്നത് അവരെ തുഷ്ട എന്ന് പറയുന്നു. അതായത് ഭഗവാന് നമ്മൾ ഈ ഒരു വലിയ യാഗം ചെയ്യണം എന്ന് തന്നെയില്ല. നമ്മുടെ മനസ്സുകൊണ്ട് ആ ഭഗവാനെ ഒന്ന് നനച്ചാൽ മതി. അത്രേ ഭഗവാന് ആവശ്യമുള്ളൂ. ആ ഒരു ഭക്തിയോടെ ആ ഒരു സംതൃപ്തിയോടെ ആരാണോ ഇരിക്കുന്നത് അവർ എന്നും മനസ്സിൽ സംതൃപ്തിയും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ്. അതായത് ഒരു ഇല അല്ലെങ്കിൽ ഒരു പുഷ്പം അല്ലെങ്കിൽ ഒരു ഫലം അല്ലെങ്കിൽ ഒരു കണിക ജലം അത് സന്തോഷത്തോടെ അതും സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ആരാണോ ഭഗവാൻ കൃഷ്ണന് നൽകുന്നത് അത് ആണ് എനിക്ക് പൂർണ്ണമായി വേണ്ടതെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പരമാത്മാവ് ഈ
ഒരു ശരീരത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ ജ്ഞാനത്തിൽ നിന്നോ അതീതമായി നിൽക്കുന്ന ഒരു ശക്തിയാണ്. അതിന് ഒരു ആം, പൂർണ്ണത എപ്പോഴും ഉള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴും അത് ഒരു സംതൃപ്തിയിൽ നിൽക്കുന്നതാണ്. അതിനാലാണ് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നത്, ഭഗവാനെ നനയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഊർജത്വം ലഭിക്കുന്നത്. അതിനാൽ ഭഗവാൻ നമുക്ക് എപ്പോഴും സംതൃപ്തി അനുഗ്രഹിക്കുകയും ചെയ്യും. അതിനാൽ ഭഗവാന് തുഷ്ട എന്ന നാമധേയം. അടുത്ത നാമധേയം പുഷ്ട എന്നാണ്. പുഷ്ട എന്നാൽ എപ്പോഴും നിറഞ്ഞ് അതിൽ കവിഞ്ഞു നിൽക്കുന്നതാരാണോ, അതായത് എപ്പോഴും ഒരു ദാരിദ്ര്യമില്ലാതെ എപ്പോഴും കയ്യിൽ വേണ്ടതിലും അധികം ആരുടെ കയ്യിലാണോ ഉള്ളത് അവരെ പുഷ്ട എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ എപ്പോഴും തനിക്ക് വേണ്ടുന്നതിലും അധികമായി എല്ലാം നിലനിൽക്കുന്ന ഒരു ഐശ്വര്യ സമൃദ്ധിയുടെ ഒരു ഉറവിടമാണ്. അപ്പോൾ നമുക്ക് ഭഗവാനെ പൂർണ്ണമായി മനസ്സുകൊണ്ട് ധ്യാനിക്കുമ്പോൾ നമുക്കും ആ ഒരു സംതൃപ്തി ലഭിക്കും, നമുക്കും ആ ഒരു ഐശ്വര്യം ലഭിക്കും, നമുക്കും ആ ഒരു എല്ലാ രീതിയിലും കാണുവാനുള്ള ഒരു ജ്ഞാനവും ലഭിക്കും. അപ്പോൾ ആ ഐശ്വര്യ സമൃദ്ധി എന്ന് പറയുന്നത് ധനം കൊണ്ടോ പണം കൊണ്ടോ നമ്മുടെ ഇരിക്കുന്ന സ്വർണാഭരണങ്ങൾ കൊണ്ടോ നിലം കൊണ്ടോ വീട് കൊണ്ടോ ഒന്നും തന്നെയല്ല. ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലും എല്ലാം തികയുന്ന ഒരു മനോഭാവത്തെയാണ് സംതൃപ്തി എന്ന് പറയുന്നത്. അത് ഭഗവാൻ നമുക്ക് നൽകും. അതിൽ പൂർണ്ണതയോടെ നിൽക്കുന്നതിനാൽ ഭഗവാന് പുഷ്ട എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് സുഭീക്ഷണ. സുഭീക്ഷണ എന്നാൽ ഒരു, ഈക്ഷണ എന്നാൽ ഈ അക്ഷി എന്നാൽ കണ്ണ് എന്നർത്ഥം. ഈക്ഷണ എന്നാൽ ആ കണ്ണുകൾ കൊണ്ടുള്ള ഒരു നോട്ടം എന്നർത്ഥം. സു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കൂടി എന്നർത്ഥം. അപ്പോൾ സുഭീക്ഷണ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭഗവാന്റെ വളരെ സംതൃപ്തിയോടെയുള്ള ഒരു നോട്ടം ഏതൊരു ഭക്തനാണോ ലഭിക്കുന്നത്, ആ ഒരു ഭക്തന്റെ മനസ്സിൽ നിന്നും ഈ ഒരു സംസാരത്തിലേക്ക് ഉള്ള ആ ഒരു ബന്ധത്തിൽ നിന്നും വിരക്തി ലഭിക്കുന്നു. ആ ഭഗവാനിൽ ഒരു അനുഗ്രഹിത്താൽ വാസനകളിൽ നിന്നും മോചിതരാകുന്നു. അങ്ങനെ ആ ഒരു പാപങ്ങളിൽ നിന്നും മാറി ആ ഒരു മുക്തി ലഭിക്കുകയും ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു. അതായത് ആ ഭക്തന് ധർമ്മത്തിന്റെ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ മനസ്സിൽ അപ്പോൾ മാത്രമേ ദൈവികമായ ഒരു സംതൃപ്തി ലഭിക്കുകയുള്ളൂ. എല്ലാ പാപങ്ങളിൽ നിന്നും അവർ പവിത്രതയാകുന്നു. അങ്ങനെ ആ ഒരു ശരീരവും മനസ്സും ജ്ഞാനവും എല്ലാം തന്നെ പൂർണ്ണതയിൽ എത്തുമ്പോൾ അവർ ഭഗവാനിൽ ലയിക്കുകയും ജനന മരണ ചക്രത്തിൽ നിന്നും വിമോചിതരാവുകയും ചെയ്യുന്നു. അതിനെ നമ്മളെ സഹായിക്കുന്നതിനാൽ ഭഗവാന് സുഭീക്ഷണ എന്ന നാമധേയം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ വ്യവസായ, വ്യവസ്ഥാന, സംസ്ഥാന, സ്ഥാനത, ധ്രുവ, പരർത്ഥി, പരമസ്പഷ്ട, തുഷ്ട, പുഷ്ട, സുഭീക്ഷണ എന്നാണ്. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനതോ ധ്രുവക പരർത്തി പരമസ്പഷ്ട തുഷ്ട പുഷ്ട സുഭേക്ഷണഃ. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.